ഇത്തിരി പഴയ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോഴേ ഫുഡ് തേടി അലഞ്ഞ് ഞങ്ങളിത് എത്തിപ്പെട്ടത് ഹോട്ടൽ പാളയത്തിലാണ് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ ചെറുതായിട്ടൊന്ന് വൈകി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടുത്തെ ചേച്ചിമാരെ പറ്റി പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. ഞങ്ങളെ കൊണ്ട് നടന്ന സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം അവർ കാണിച്ചു തന്നുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ ചെന്നിരുന്നപ്പോഴാണേ അപ്പൂസിൻ്റെ മുഖത്തൊരു സങ്കടം. എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത്, ബിരിയാണി പ്രതീക്ഷിച്ച് അപ്പൂസ് വന്നതൊന്നും ബിരിയാണി ഇല്ലാത്തതിൻ്റെ സങ്കടത്തിലാണോ എന്നൊക്കെ. അങ്ങനത്തെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. മീൻ വറുത്തതും കക്കയിറച്ചി റോസ്റ്റും അവിയലും സാമ്പാറും പുളിശ്ശേരിയും അച്ചാറും മീൻകറിയൊക്കെ ആയിട്ടുള്ള കിടിലോൾസ്കി ആയിട്ടുള്ള ഒരു ഊണായിരുന്നു കേട്ടോ. അതിന് പുറമെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് കാളാഞ്ചി തലക്കറിയും ചെമ്മീൻ റോസ്റ്റും ബീഫ് റോസ്റ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. കിടിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യത്തെ ഉരുള തന്നെ ഞാൻ എടുത്തു വെക്കുന്നത് ഒരു ഗണപതിയുടെ വായിലേക്കാണ്. ഞാൻ തന്നെയാണ് കേട്ടോ ആ ഗണപതിയെ. എൻ്റെ ദൈവമേ, സ്വർഗം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലായിരുന്നു കേട്ടോ. ഇത്രയും റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ ചേർത്തലയിൽ വേറെ എവിടെയെങ്കിലും ഫിഷ് ഐറ്റംസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അതുപോലെ സൂപ്പറായിരുന്നു കേട്ടോ ഫുഡ്. അത് കൂടാണ്ട് ഇവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. അത്രയ്ക്ക് സ്നേഹത്തോടെയാണ് കേട്ടോ ഇവർ വന്ന് നിന്ന് നമ്മളോട് ഇനി ചോറ് വേണോ കറികൾ വേണോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിൽ അന്വേഷിച്ച് കൊണ്ട് കടന്നു വരുന്ന ഒരു ടേസ്റ്റ് ഇതായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ കഴിച്ച താളാഞ്ചിയുടെ തല കേട്ടോ. എന്തായാലും സൂപ്പറായിരുന്നു.